സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ്. നമ്മൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ് ആദ്യം പോകുന്നത്. ശക്തമായ കാറ്റും വീശുന്നുണ്ട്. ഡാമുകളിലെ ജലനിരപ്പ് ഉയരുകയാണ്. ഇന്ന് എല്ലാ ജില്ലകൾക്കും യെല്ലോ അലേർട്ടാണ്. മഴ കനത്തതോടെ തിരുവനന്തപുരത്തും എറണാകുളത്തും പലയിടങ്ങളിലും വെള്ളക്കെട്ടും രൂപപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ പ്രതിനിധികൾ ചേരുകയാണ് വിവിധ ഇടങ്ങളിൽ നിന്നും. ആദ്യം നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാം. എസ് ശാലിനി ചേരുന്നു. ശാലിനി, കനത്ത മഴ തന്നെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി വരുന്ന 5 ദിവസങ്ങളിലും കൂടി തീവ്ര മഴ മുന്നറിയിപ്പാണ്. തലസ്ഥാന ജില്ല എങ്ങനെയാണ് ഈ സാഹചര്യത്തെ നേരിടുന്നത്? പ്രതിരോധ മാർഗങ്ങൾ, ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ എങ്ങനെയാണ് നൽകിയിരിക്കുന്നത്? രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ അതിശക്തമായ മഴ തലസ്ഥാന ജില്ലയിലും തുടരുകയാണ്. ഇന്ന് 14 ജില്ലകൾക്കും യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. എങ്കിൽ പോലും അതിശക്തമായ മഴ വരും മണിക്കൂറിൽ തുടരുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന 3 മണിക്കൂർ 4 മണി മുതൽ ഏകദേശം 7-7:30 വരെ വിവിധ ജില്ലകൾക്ക് റെഡ് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം കൂടി നൽകിയിരിക്കുകയാണ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട് അടക്കമുള്ള ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. കൂടാതെ തന്നെ മറ്റെല്ലാ ജില്ലകൾക്കും ഇതിന് സമാനമായ രീതിയിൽ മഴ ലഭ്യമാകുന്നുണ്ട്. എങ്കിൽ പോലും യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. ഇനിയിപ്പോൾ അല്പസമയത്തിനകം ഈ മഴ മുന്നറിയിപ്പിൽ മാറ്റം വരാനുള്ള സാധ്യതകൾ കൂടി നമ്മൾ കണക്കാക്കുകയും ചെയ്യുകയാണ്. എന്തായാലും കാര്യമായ മഴ തന്നെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഈ മണിക്കൂറിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ അതിശക്തമായ കാറ്റാണ്, തെക്കൻ കാറ്റാണ് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. 30 മുതൽ 60 കിലോമീറ്റർ വരെ ശക്തമായ വേഗതയിൽ കാറ്റ് വീശുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തീരദേശ മേഖലകളിലും മലയോര മേഖലകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം എന്ന മുന്നറിയിപ്പ് കൂടി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുകയാണ്. പ്രത്യേകിച്ച് മരം കടപുഴകി വീണുള്ള അപകടങ്ങൾ സംസ്ഥാനത്ത് മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഉണ്ടാവുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളാണെങ്കിൽ നോക്കുകയാണെങ്കിൽ 66 ദുരിതാശ്വാസ ക്യാമ്പുകൾ സംസ്ഥാന വ്യാപകമായി ഇത്രയും ദിവസമായി തുടർന്നിട്ടുണ്ട്. ഇനി വരുന്ന 5 ദിവസം കൂടി അതിശക്തമായ തീവ്രമായ മഴ തുടരുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കാര്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുകയാണ് എല്ലാ ജില്ലകളിലും. ഒപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയുടെ കാര്യം പ്രത്യേകമായി പരിശോധിക്കുകയാണെങ്കിൽ ഇന്നലെ ഒരു മരണമടക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കടലിൽ മത്സ്യബന്ധനത്തിന് പോയ വള്ളങ്ങൾ തിരിച്ചെത്താത്ത സാഹചര്യം, 7ഓളം വള്ളങ്ങൾ ഇപ്പോഴും തിരികെ എത്തിയിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് വിവിധ മേഖലകളിൽ നിന്ന് വരുന്നത്. അത് ആശങ്കയോടെ തന്നെയാണ് സർക്കാർ സംവിധാനങ്ങൾ കാണുകയും ഇവരെ കണ്ടെത്താനുള്ള തെരച്ചിലുകൾ കോസ്റ്റ് ഗാർഡിലേക്ക് തുടരുകയും ചെയ്യുകയാണ്. ഒപ്പം തന്നെ തീരദേശ മേഖലകളിൽ ഉയർന്ന തിരമാല സാധ്യത മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ ജാഗ്രതാ നിർദ്ദേശം വേണം എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുകയും ചെയ്യുന്നത്. തീരദേശ മേഖലകളിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റടിക്കുന്നുണ്ട്. സുരക്ഷിതമല്ലാത്ത പാർപ്പിടങ്ങളിൽ താമസിക്കുന്നവർ സുരക്ഷിത സ്ഥാനത്തേക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും മാറണം എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഈ മണിക്കൂറിൽ അറിയിക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നുണ്ട്, മരം കടപുഴകി വീണുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ കാര്യമായി തന്നെ പരിശോധിക്കണം. ഒപ്പം തന്നെ ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും സുരക്ഷിതമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവർ മാറി താമസിക്കണമെന്നുള്ള അറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ 2 വയോധികരാണ് ഈ വീട് അപകടത്തിൽപ്പെട്ട് തലനാരിഴയ്ക്ക് തലസ്ഥാന ജില്ലയിൽ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ കാര്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ, മുന്നറിയിപ്പുകൾ ഈ ഘട്ടത്തിൽ നൽകുകയാണ്. നെയ്യാറ്റിൻകര അടക്കമുള്ള മേഖലകളിൽ വ്യാപകമായ കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. നെയ്യാർ അണക്കെട്ടിന്റെയും ഒപ്പം തന്നെ അരുവിക്കര അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറന്ന സാഹചര്യമുണ്ട്. ഇതിന് സമീപത്തുള്ള ചില നദികളുടെ, കരമന അടക്കമുള്ള നദികൾ, ഒപ്പം തന്നെ ചില നദികളിൽ വെള്ളം ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് തീരദേശ മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നൊരു മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഈ ഘട്ടത്തിൽ നൽകുകയാണ്. കൂടാതെ തന്നെ ഈ തീരദേശ മേഖലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഈ മണിക്കൂറിൽ നൽകുന്നുണ്ട്. ശക്തമായ കാറ്റിനൊപ്പം ചില പ്രത്യേക അലേർട്ടുകൾ കൂടി വരികയാണ്. അതായത് ചില തീരങ്ങളിൽ, കേരള തീരത്ത് ഇന്ന് രാവിലെ മുതൽ 3.9 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയും, കൊല്ലം ജില്ലയിൽ ആലപ്പാട് മുതൽ ഇടവ വരെയും, ആലപ്പുഴയിൽ ചെല്ലാനം മുതൽ അഴീക്കൽ ജെട്ടി വരെയും, എറണാകുളത്ത് മുനമ്പം FH മുതൽ മറുവക്കാട് വരെയും, കണ്ണൂരിലും അതേപോലെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും, കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയുള്ള മേഖലകളിലും അതീവ ജാഗ്രതാ നിർദ്ദേശം തീരദേശ മേഖലയ്ക്ക് നൽകുന്നുണ്ട്. കന്യാകുമാരി ജില്ലയിലും അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. എന്തായാലും കാറ്റ് ശക്തി പ്രാപിക്കുന്നു, മഴ ശക്തമാകുന്നു. നിലവിൽ കാര്യമായ റെഡ് അലേർട്ടുകൾ പല ജില്ലകൾക്കും ഇല്ല എന്നൊരു ആശ്വാസം മാത്രമാണ് ഈ മണിക്കൂറിലുള്ളത്. ഇനി 10 മണിയോട് കൂടിയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് വരുന്നത്. അതിൽ കാര്യമായി തന്നെ ജില്ലകൾക്ക് അലേർട്ടുകൾ മാറാനുള്ള സാധ്യതയും സാഹചര്യവുമുണ്ട്.
NDRFിന്റെ സംഘം സംസ്ഥാനത്ത് തുടരുകയാണ്. ഇടുക്കി, വയനാട്, ആലപ്പുഴ, പത്തനംതിട്ട അടക്കമുള്ള ജില്ലകൾക്ക് പ്രത്യേക കരുതൽ സർക്കാർ സംവിധാനങ്ങൾ നൽകുകയാണ്. ഇവിടേക്കാണ് ഉരുൾപൊട്ടൽ സാധ്യത, മണ്ണിടിച്ചിൽ, മലയിടിച്ചിലൊക്കെ സാധ്യത പ്രവചിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശമുണ്ട്. സ്റ്റേറ്റ് കൺട്രോൾ റൂമിന്റെയും ഒപ്പം തന്നെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഏകോപിച്ച് പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. ഒപ്പം തന്നെ കാലാവസ്ഥ നിരീക്ഷിക്കുന്നുണ്ട്. ഈ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദമൊക്കെ ശക്തി കുറഞ്ഞതിന്റെ ആശ്വാസത്തിലൊക്കെയാണ് സംസ്ഥാനം ഉള്ളതെങ്കിൽ പോലും സ്കൂൾ തുറക്കാൻ പോവുകയാണ്. 2-ാം തീയതിയോടുകൂടി സ്കൂൾ തുറക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മഴ ശക്തമാകുന്നതിൽ വലിയ രീതിയിലുള്ള ആശങ്ക പൊതുജനങ്ങൾക്കുമുണ്ട്. ഒപ്പം തന്നെ സർക്കാർ സംവിധാനങ്ങൾ ജാഗ്രതയോടുകൂടി അലേർട്ടുകൾ വീക്ഷിക്കുകയാണ്. എന്തായാലും 10 മണിയുടെ അലേർട്ടിൽ കൂടുതൽ ജില്ലകൾക്ക് ഈ അലേർട്ടുകൾ മുന്നറിയിപ്പുകൾ മാറുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാലും തലസ്ഥാന ജില്ലയിലും തെക്കൻ ജില്ലകളിലും ഇപ്പോൾ ശക്തമായ മഴ തുടരുകയാണ്. രോഹിണി. ശരി ശാലിനി, എന്തായാലും തെക്കൻ ജില്ലയുടെ സാഹചര്യം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞു. ശക്തമായ മഴ തുടരുകയാണ്. ഇനി 10 മണിക്കുള്ള മഴ മുന്നറിയിപ്പ് നോക്കി വേണം മറ്റ് കാര്യങ്ങൾ ഏതു രീതിയിലായിരിക്കുമെന്നുള്ള വിലയിരുത്തലിലേക്ക് എത്താൻ. നിലവിൽ ഇപ്പോൾ എല്ലാ ജില്ലകളിലും റെഡ് അലേർട്ട് ഇല്ല എന്നുള്ളത് കൂടി ഒരു ആശ്വാസകരമായ വാർത്ത തന്നെയാണ്.